ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ അവധിക്കാലമൊക്കെ ആകുമ്പോൾ എൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ നിൽക്കാൻ പോകുമായിരുന്നു. അന്നേരം ഈ നല്ല മഴയും വെള്ളപ്പൊക്കവും അങ്ങനെയുള്ള ആ ഒരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അന്നേരം എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിയുമ്പം ഒരു പൊക്കപ്പുറമായിട്ടുള്ള സ്ഥലത്താണ്. അന്നേരം അതിൻ്റെ താഴെ ആയിട്ട് ഒരു ആറുണ്ട്. ഞാൻ ആറ്റിൽ നീന്താൻ പോകും, മുങ്ങാങ്കുഴി ഇടാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ചെറുപ്പത്തിൽ പല പല കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വെള്ളത്തിൽ ഭയങ്കര പരിചയമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അന്നേരം ആ ഒരു ആത്മവിശ്വാസം നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. അന്നേരം അപ്പച്ചിയുടെ വീട്ടിൽ ഇതുപോലെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെയുള്ള എൻ്റെ കൂട്ടുകാരോട് ഞാൻ വലിയ എന്നെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഭയങ്കര വെള്ളത്തിൽ ഭയങ്കര അഭ്യാസം കാണിക്കും, അതാ ഇതാന്നൊക്കെ പറഞ്ഞ് അവരോട് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്. ഞാൻ വലിയ പുകഴ്ത്തി എന്നെക്കുറിച്ച് തന്നെ ഞാനിങ്ങനെ പറഞ്ഞേക്കുക. അന്നേരം ഒരു ദിവസം അവർ കുളിക്കാൻ പോകുന്ന നേരത്ത്, ആറ്റി കുളിക്കാൻ പോകുന്ന നേരത്ത് എന്നെ കൂടെ വിളിച്ചു. എടാ വരുന്നോ, നീ വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെ വന്നേക്കാം, ഞങ്ങൾ 3 പേരും കൂടെ ആറ്റി കുളിക്കാൻ പോയി. അന്നേരം അവരാദ്യമേ ഇറങ്ങി, തോർത്തൊക്കെ ഉടുത്ത് ഇറങ്ങി, ആദ്യമേ അക്കരയ്ക്ക് അങ്ങ് നീന്തി, അക്കരെ ചെന്നിട്ട് പറഞ്ഞ് എന്നോട് പറഞ്ഞ് വരാൻ പറഞ്ഞു. അന്നേരം ആറെന്ന് പറഞ്ഞാൽ ഭയങ്കര ചുഴിയും ഭയങ്കര ഒഴുക്കുമുള്ളൊരു ആറാണ്. അന്നേരം എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഞാൻ നീന്തും, നീർക്കാങ്കുഴിയിടും, ഇതെല്ലാം ചെയ്യും. അന്നേരം അതൊക്കെ ആ ഒരു ആത്മവിശ്വാസം എൻ്റെ മനസ്സിൽ കിടക്കുന്ന കാരണം ഞാൻ ഇറങ്ങി, വെള്ളത്തിലിറങ്ങി പകുതി വരെ നീന്തി കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കുറേ നേരം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കുറേ ശ്രമങ്ങളെല്ലാം നടത്തി അക്കരയ്ക്ക് ചെല്ലാൻ എനിക്ക് പറ്റുന്നില്ല. പകുതി ആയപ്പോൾ തന്നെ ഞാൻ ഒഴുകി പോകാൻ തുടങ്ങി. പിന്നെ കാലുകൊണ്ട് നോക്കുന്നു, കൈ കൊണ്ട് നോക്കുന്നു, ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഞാൻ വെള്ളം കുടിക്കുന്ന പോലെ ആയി. അതായത് എന്നെ വെള്ളം കൊണ്ടുപോകും ആ ഒരു രീതിയായി. എൻ്റെ വല്യമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പതയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മലന്ന് കിടന്ന് പതയ്ക്കണം. അന്നേരം നമ്മുടെ അണപ്പും ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം മാറിക്കിട്ടും. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ, ഇപ്പം എൻ്റെ മനസ്സിലത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഞാനത് ചെയ്ത് ഞാൻ ഒരു തരത്തിൽ കരയിൽ കയറി. അത് കരയിൽ കയറി എന്നുള്ള നേരായിട്ടുള്ള കരയല്ല കയറിയ, നേരെ അപ്പുറത്തുള്ള കരയിലോട്ട് ചെന്ന് എൻ്റെ ജീവൻ തന്നെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. അതാണ് നമ്മുടെ പഴയ ആൾക്കാർ പറയുന്നത്, നമ്മൾ കുറച്ചൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ നമ്മൾ എവിടെയൊരു ആപത്ത് ഘട്ടങ്ങളിൽ നമ്മൾ രക്ഷപ്പെടും. അന്നേരം പറയുവാണെങ്കിൽ എൻ്റെ വല്യമ്മയാണ് എന്നെ രക്ഷിച്ചത്.